ഹലോ ഗൈസ്, വീണ്ടും ഒരു നല്ല റൊമാൻസ്, ഇസക്കായി, റീഎൻകറേഷൻ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മാൻവയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഹൗ ടു റിജക്റ്റ് മൈ എക്സ് ഹസ്ബൻഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമുക്ക് ആ പേരിൽ തന്നെ ഏകദേശം എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ രണ്ട് മെയിൻ ക്യാരക്ടറും, അതായത് മോഡേൺ വേൾഡിൽ മരിച്ചിട്ട് ഒരു ബുക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു റീഎൻകറേഷൻ സ്റ്റോറിയാണ് ഇതിലവർ പറയുന്നുള്ളത്. എന്നാൽ റിയൽ ലൈഫിൽ നമ്മളുടെ മെയിൽ ലീഡ്സിന് പരസ്പരം സംസാരിക്കാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ സാഹചര്യത്തിലുണ്ടായത്. അപ്പോൾ അതൊക്കെ അവർ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എങ്ങനെയെല്ലാം മാറ്റിയെടുക്കുന്നു, അവരുടെ പിണക്കും കാര്യങ്ങളൊക്കെ മാറ്റുക, അവർ തമ്മിലുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാൻവയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഓരോരോ വില്ലൻസ് പോലെ വന്നിട്ട് വീണ്ടും ഫ്രണ്ട്സ് ആവാന്നൊക്കെ അറിയില്ല, അതേപോലെ തന്നെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിച്ചുകൊണ്ട് പറ്റുന്നൊരു മാൻവയാണ്. അതുകൊണ്ട് തന്നെ ഓരോ റൊമാൻസ്, റീഎൻകറേഷൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള എന്തായാലും ഒരു ട്രൈ ചെയ്യേണ്ട മാൻവയാണ് ഈ ഹൗ ടു റിജക്റ്റ് മൈ ഒബ്സസീവ് എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ മാൻവ.